എന്താ ചെയ്യാ, ഓരോ അമക്കുകളെ പണിക്ക് വിളിച്ചാ പന്തം കണ്ട പെരിച്ചായ പോലെ ഇരിക്കുന്നേ. ഇപ്പൊ നമ്മള് പന്തം കണ്ട പെരിച്ചായാലും അന്തം വിട്ട പെരിച്ചായി എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു ചെങ്ങായിനെ പണിക്ക് വിളിച്ച് ഓൻ വരണ്ടേ. ആദ്യം പറഞ്ഞ് കൈക്കോട്ടില്ല. അപ്പൊ നമ്മളൊരു കൈക്കോട്ടുണ്ടെന്ന്. അപ്പം പറ എപ്പോ വരാന്ന്. ഇടപ്പറ്റം വാങ്ങി പോയതാ. തിങ്കളാഴ്ച പണിക്ക് വരില്ല. ചൊവ്വാഴ്ച വന്ന് ബുധനാഴ്ച പൈസ വാങ്ങുവാൻ പോകും. പക്ഷെ എന്താ ചെയ്യാ മോനെ, കഷ്ടപ്പെടാ. നിങ്ങൾക്ക് ഇത് കുറച്ച് എടുത്ത് കൊത്തിക്കൂടെ? പണ്ടത്തെ ഊരക്ക് വലിയ സുഖമില്ലതാ ആണല്ലേ. പണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ലേ 2-3 ഏക്കറൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ആണ്. കാവാത്തും വീഴോ തെങ്ങിന് മുകളിലും. അല്ല വീഴോ ആര് തെങ്ങ് തള്ളിക്കഴിഞ്ഞാല് ഭയങ്കര നോക്കണ്ട മോനെ. അപ്പൊ എന്താ സ്ഥിതി? അല്ല ഞാൻ വിളിച്ച കാര്യം എന്തായി? ഈ വിളിച്ച കാര്യം മാത്രം നടക്കൂല കേട്ടോ. അത് മാത്രം ഈ നോക്കണ്ട. ഇല്ല എന്നോട് നമ്മൾ പറഞ്ഞല്ലേ ഓണത്തിനായിരുന്നു. ഓണത്തിന് രാവിലെ ഈ ഇങ്ങോട്ട് വന്നോ പൊട്ടിക്കോ അപ്പൊ തരും. അല്ലാണ്ട് അതിന് മുന്നേ പൊട്ടിക്കുന്ന പരിപാടിയില്ല. പണിക്ക് ഞാൻ പോകുന്നുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ടാ എത്ര ഞാൻ ചോദിക്കുന്നത്, ഒരു കുറച്ച് മതിന്ന്. പണിക്ക് പോയിട്ടാൽ ഈ കോലത്തിൽ ഡ്രസ്സ് ഇട്ട് ഇറക്കല്ലേ, പിന്നെ എത്താൻ അവിടേക്ക്. പൊന്നിക്കല്ലേ നമ്മളെ വാപ്പാന്റെ വാപ്പ കുഴിന്ന് നീറ്റ് വന്നാൽ പോലും നമ്മളൊരു തുള്ളി കൊടുക്കൂല, മനസ്സിലായില്ലേ? ഈ ഒരു കാറ്റ് മാത്രം നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല മോനെ. അപ്പൊ തരൂല ഉറപ്പാ? ഈ പോള ആറാൻ പറഞ്ഞ അവിടുന്ന് തരാൻ പറ്റില്ല നമ്മൾ പറഞ്ഞില്ലേ. നമുക്കൊരു വാക്കുള്ളൂ. ആയിക്കോട്ടെ. അല്ലോ നമ്മള് കംപ്ലീറ്റ് പോയല്ലോ. എന്നാലും ഒരു തുള്ളി വെച്ചില്ലല്ലോ, മൊത്തം കൊണ്ടുപോയല്ലോ. മോനെ സിജു മൊത്തം പോയടാ. നമ്മള് ചാവാൻ പോവാ. എന്തുപറ്റി? നമ്മള് ചാവാൻ പോവാ. എന്താ കാര്യം പറ. നമ്മൾ ഓണത്തിന് പൊട്ടിക്കാൻ പറ്റിയ സാധനം ആരും എടുത്തുകൊണ്ട് പോയിടൂ. നമുക്ക് വേറെ മേടിച്ചാ പോരെ. 3-4 മാസമായി നമ്മളെടുത്തിട്ട് പൊട്ടിക്കാണ്ട് വെച്ചിട്ട്. ഈ ഒന്ന് പോയി തെരഞ്ഞു നോക്കിയാ. ഞാൻ നോക്കട്ടെ. മോനെ കിട്ടിയോ? സാധനം ഒന്നും കിട്ടിയില്ല, ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അത് അറബിയിലാണോ മോനെ? ഇത് അല്ല മലയാളാണ്. മലയാളം. അന്നാ ഈ വായിച്ചോ. സ്നേഹം നിറഞ്ഞ പൊന്നിക്കാക്ക് കാരക്കൂട്ടിൽ ദാസൻ എഴുതുന്നത്. ഓ പാവം മോനെ, ഓൻ എന്ത് സ്നേഹം നോക്കിയാ. പാവപ്പെട്ടോ. ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് ചോദിച്ചു, ഒരു തുള്ളി തന്നില്ല. അവസാനം ഞാൻ മൊത്തം കൊണ്ടുപോകുന്നു. ഓണത്തിന് നിങ്ങൾ ഇത്താനെയും കൂട്ടി വീട്ടിലേക്ക് വരിക, നമുക്ക് അവിടെ ആഘോഷിക്കാം. ഹാപ്പി ഓണം. കാപ്പി വേണോന്നോ? ഹാപ്പി ഓണം എന്ന്. ഹാപ്പി ഓണം മോനെ. ഇതാ അല്ല, എന്നാലും ഓൻ ഈ ചതി നമ്മളോട് ചെയ്ത് കളഞ്ഞല്ലോ. ഇതിന് നമ്മൾ എവിടെ പോയി വാങ്ങും മോനെ? സാരല്ലേക്കാ, നമുക്ക് പൈസ കൊടുത്താൽ മേടിച്ചൂടെ? പൈസ കൊടുക്കാനോ? 4-5 മാസമായിട്ട് നമ്മൾ സൂറ വെച്ചിട്ട് ഒരു തുള്ളി എടുത്തു കൊടുക്കാത്ത നമ്മളാണ്. ഓണത്തിന് പൊട്ടിക്കാൻ വെച്ച സാധനമായിരുന്നു, മനസ്സിലായോ? അല്ലക്കാ, ഓണത്തിനടിക്കാനുള്ള സാധനല്ലേ, അത് നമുക്ക് വേറെ മേടിച്ചാ പോരെ? എന്ത് സാധനം പുറമേന്ന് മേടിച്ചാ പോരെ? പൈസ കൊടുത്താ കിട്ടില്ലേ? എടാ കള്ള ഹംക്കേ സാധനോ? എടോ സാധനം അല്ലടോ, അതെനിക്ക് എത്ര മണി നമ്മൾ വാങ്ങി തരില്ലേ? പിന്നെന്താ അറിയില്ലേ? എടാ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയോ? വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ സ്വർണത്തിനേക്കാളും വിലയല്ലേ മോനെ. ആ കള്ള പന്നി 15 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ടുപോകാൻ പോയത്. അപ്പൊ ഓന്റെ ഉമ്മാന്റെ വാപ്പാന്റെ ഒരു കത്തും കള്ള നമ്മൾ ഓണവും പോയി, എല്ലാം പോയി. അല്ല മോനെ ശ്രദ്ധിക്കണേ, തെങ്ങിൻ്റെ വീട്ടിൽ നിന്നിട്ട് സെൽഫി എടുത്താലേ തേങ്ങ വീണ ചെത്ത പണി കിട്ടും. എന്ത് പൊന്നിക്ക, തേങ്ങയൊക്കെ വീണ് ചാക പറഞ്ഞു, അതൊക്കെ ഒരു ഭാഗ്യ. തേങ്ങ അമ്മാരി വരെയല്ലേ ആണല്ലേ. അപ്പോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഓക്കെ സാറല്ലേ? അപ്പോ ഹാപ്പി ഓണം.